ഹലോ. ഹലോ, എഴുന്നേറ്റോ നീ? എടാ, കുക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ കിച്ചണിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നീ ആ ജെസ്സി ഒന്ന് വിളിച്ചു ചോദിക്കും. ആ നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ, ഞാൻ ആ ഡ്രൈവറിന്റെ അടുത്ത് കൊടുത്തു വിട്ടേക്കാം. അതെന്താ അങ്ങേർക്ക് കൊറോണ വരില്ലേ? ഓ, ഞാനില്ല രാവിലെ എന്നെ നിന്റെ അടുത്ത് തർക്കിക്കാൻ. ആ ശരി വെക്ക്. Nice song. ഹലോ, ഞാനിവിടെ ക്വാറന്റൈൻ ചെയ്യാൻ വന്നതാ. ആൻഡ് ദിസ് ഇസ് മൈ കസിൻസ് ഫ്ലാറ്റ്. നിങ്ങളും ക്വാറന്റൈൻ ചെയ്യാൻ വന്നാണോ? അല്ല, ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു അപ്പുറത്തെ ഫ്ലാറ്റിൽ ഇതുപോലെ ഒരാളുണ്ടെന്ന്. താനാണോ അത്? യു മീൻ യെസ്? എന്താ ഇയാൾക്ക് എന്നോട് സംസാരിച്ച? വാട്ട്സ് യുവർ നെയിം? അറ്റ്ലീസ്റ്റ് ഹൗ ഓൾഡ് ആർ യു മാൻ? അല്ല, ചേട്ടനാണോ അനിയനാണോ എന്ന് അറിയാനാണ്. എനിവേസ് ഐ എം ഹോട്ട് 26. എടോ, സീരിയസ്ലി വാട്ട് ആൻ അമേസിംഗ് വോയിസ് യു ഹാവ്. താങ്ക്സ്. ഓ, കുട്ടിക്ക് സംസാരിക്കാൻ അറിയാം. രാത്രിക്കുള്ള കുക്കിങ്ങിലാണോ? വേണമെങ്കിൽ നമുക്ക് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഞാൻ വെയിറ്റ് ചെയ്യട്ടോ. ഓയ്, പോയോ? മോർണിംഗ് പപ്പ. മോർണിംഗ്. എങ്ങനെയുണ്ട് അവിടെ? ഒറ്റയ്ക്കായിട്ട് നല്ല ബോറടി ആയിരിക്കും അല്ലേ? ഒരു 5-6 വർഷമായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. സോ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും. ആ പപ്പ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇല്ല, ഞാൻ തിരിച്ചു വിളിക്കാം.
ഗുഡ് മോർണിംഗ്. എന്താ മോനൂസേ, ജാടയാണോ? രാവിലെ തന്നെ വെറുപ്പിക്കാൻ ഇറങ്ങിയതാണോ? കുറച്ചു ദിവസം മിണ്ടാനും പറയാൻ ഒരാളായെന്ന് കരുതിപ്പോ ഇയാളാണെങ്കിൽ മാറി. തന്റെ പേരെന്താടോ? എന്റെ പേര് പറയണമെന്നില്ല. തനിക്ക് എന്താടോ എന്നോട് നല്ല രീതിയിലൊന്ന് സംസാരിച്ചൂടെ? ഞാൻ അത്ര പ്രശ്നക്കാരൊന്നല്ലടോ. അത് മനസ്സിലായി. അപ്പൊ താൻ പേര് പറയില്ലെന്ന് ഉറപ്പാണ്. ആ അതെ. എന്നാ ഞാൻ തന്നെ ബഷീറെന്ന് വിളിക്കും. അതെന്താ? ഞാൻ നാരായണി. എന്താ? അവിടെ മതിലുകൾ, ഇവിടെ ബാൽക്കണി. തനിക്ക് വട്ട. കുറച്ചധികം. എന്നാ നാരായണി ചെല്ല്, എനിക്ക് കുറച്ച് പണിയുണ്ട്. നോക്കേ ബഷീറെ. ഹലോ. ഹലോ. താൻ ഈ ഫ്ലാറ്റ് കത്തിക്കോ? 2 ദിവസമായില്ല കണ്ടിട്ട്. ഇയാളുടെ പേടിയൊക്കെ മാറിയോ? എന്ത് പേടി? അല്ല, ചെറിയ താല്പര്യമില്ലായ്മ തോന്നി. ചുമ്മാ പെമ്പിളോരോട് സംസാരിക്കുന്ന എന്തിനാ? എന്തേ, കേറി പ്രേമിച്ചാലോന്ന് കരുതിയാണോ? എടോ ട്രസ്റ്റ് മീ, ഈ നാരായണ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇയാൾ എവിടെ ശരിക്കും സ്ഥലം? ഇവിടെ കൊച്ചി തന്നെയാണോ? എന്താ ചെയ്യണേ? ഡോ പറയടോ. പറയണമെന്ന് നിർബന്ധമാണോ? അങ്ങനെ ചോദിച്ചാ അറിഞ്ഞാ കൊള്ളായിരുന്നു. എന്നാ ബഷീറായി തന്നെ ഇരിക്കട്ടെ. പോടോ, താൻ പറയണ്ട. വെറുതെ അല്ല പെൺപിള്ളേരും നടിപ്പിക്കാത്ത. ഇങ്ങനെയാണെങ്കിൽ താൻ ഫ്യൂച്ചറിൽ കുറെ പാടുപെടല്ലോ. ഡോ, can I ask you something? എന്താ? Are you a virgin? താൻ പോയേ. ഹലോ, സോറി. അയ്യോ, ഞാനിനി ഇങ്ങനെയൊന്നും ചോദിക്കില്ല. ഹലോ, പോലെ പ്ലീസ്. അതെ, എനിക്കൊരു മോഡലിന് ആവശ്യമുണ്ടായിരുന്നു. പോരുന്നോ? നൈസ്. എന്തിനാ ഇങ്ങനെ വലിക്കുന്നേ? പറയാൻ മനസ്സില്ല. ഈ സമയത്ത് ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊന്നും വലിയ സീനില്ലടോ. റിസ്ക് ആണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബോറടിച്ചോണ്ട് വലിക്കുന്നതാണോ? ബോറടിക്കുമ്പോൾ ഇയാൾ കമ്പനി തന്നാ ശ്രമിക്കാം. ഇപ്പോൾ എങ്ങനെ? ഹാ, ബഷീർ ആദ്യമായിട്ട് നാരായണയോട് ഒരു കാര്യം പറഞ്ഞല്ലേ? പരിഗണിക്കാം. വാട്ട് പരിപാടി മാൻ? ചെറിയൊരു ചിത്രം വരെയില്ല. ഓ, താൻ വരയ്ക്കോ? ചെറുതായിട്ട്. എൻ്റെ പടം വരച്ചു തരുമോ പ്ലീസ്? തന്നെ കാണാതെ എങ്ങനെ വരയ്ക്കാനാടോ? എന്തായാലും ക്വാറന്റൈൻ തീരുന്നവരെ നമ്മൾ ഈ ബഷീർ നാരായണി ആവുന്ന സ്ഥിതിക്ക് ഞാനൊരു ഐഡിയ പറയാം. എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറയാം.
താൻ അതുപോലെ അങ്ങ് വരയ്ക്കേ. ഓക്കെ, തൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണെന്ന് നോക്കാലോ. ഇൻട്രസ്റ്റിംഗ്. ഇപ്പം എന്താ വരയ്ക്കുന്നത്? ഒരുപാട് ആൾക്കാരും ആനയും ഒക്കെ ഉള്ള നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഫസ്റ്റ് പടം. ആ ഫസ്റ്റ് ഇപ്പോൾ വരയ്ക്കാൻ പറ്റിയ പടം. അപ്പോൾ ഓക്കേടോ, ക്യാരി ഓൺ. ഹാവ് ടു ഡു സം വർക്ക്. ഓക്കെ, ആ പിന്നെ നമ്മുടെ പടം ഇന്ന് തന്നെ അങ്ങോട്ട് വരച്ചാലോ? ആ ഞാൻ പറയാം. മുഖം എങ്ങനെ? ഒരു ശകലം നീണ്ടതാണ്. കണ്ണുകൾ? ഒരുമാതിരി ചെറിയ ആന കണ്ണുകൾ. കവളിൽ നല്ല നുണക്കുഴിയുണ്ട്. പിന്നെ ചുണ്ടുകൾ അല്പം വലുതാണ്. നാരായണി, എന്തോ? നിറം എങ്ങനെ? എവിടത്തെ? സുന്ദരമായ നിന്റെ മുഖത്തിന്റെ. കുറച്ച് വെളുത്തതാ. നല്ല മുടിയുണ്ടോ? നല്ല നീണ്ട കട്ടി മുടിയാ. ചന്തി വരെയുണ്ട്. ശരിക്കും താൻ ഇങ്ങനെയാണോ? യെസ്. ഞാൻ വിചാരിച്ച പോലെയല്ല, പക്ഷെ ഇത് കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. എന്തിനാ അവനെ ഞാൻ ചുമ്മാ പറ്റിച്ചേ? ഉള്ളത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇനി അവൻ്റെ നാരായണി ആവാനെങ്ങാനും? ഏയ് നോ വേ. ഗുഡ് നൈറ്റ്. ഡോ, താനായിരുന്നു അത്? ആ തനിക്കെന്താ ബോധമില്ലേ? നമ്മൾ രണ്ടാളും ക്വാറന്റൈനിലാണെന്ന് അറിയാലോ. താൻ എന്തിനാ കോളിംഗ് ബെല്ല് തൊട്ടേ? ഇൻ കേസ് ഇയാൾക്ക് വല്ല കോവിഡ് ഉണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ഒന്ന് തൊട്ടാനുള്ള അവസ്ഥ താൻ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഇത്ര കെയർലെസ് ആയാലോ താൻ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ചിന്തിക്കണം. ഞാൻ വേണമെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യാൻ. എന്താ? അല്ല, ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ പറയാം. വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേലാളി മാതിരി മണ്ടത്തരം ചെയ്യാണ്ടിരുന്നാൽ മതി, കേട്ടോ? ഡോ നാരായണി, എന്നെ കാണുന്നു ഇയാൾക്ക്. ഞാൻ വരാം, പക്ഷെ വിട്ടു നിൽക്കണം. വേണ്ട. വരാടോ? വേണ്ട ബഷീറെ. എന്നാ ഫോൺ നമ്പർ താ, വീഡിയോ കോൾ ചെയ്യാം. അതും വേണ്ട. ഉറപ്പാണോ? എന്നാൽ എൻ്റെ ക്വാറന്റൈൻ കഴിഞ്ഞ് 2-ാം ദിവസം തൻ്റെ ക്വാറന്റൈൻ അവസാനിക്കുമ്പോൾ ഈ ബഷീർ നാരായണിയുടെ മുന്നിലുണ്ടാവും. പോരെ? നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? വിളിച്ചിട്ട് എന്താ പിന്നെ ഇത്രയും നേരം വിളിയാക്കാഞ്ഞത്? ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ പോവുകയാ. എവിടെ? മുടിക്കെട്ടില്ല? അല്ല, പിന്നെ ഹൃദയത്തിനുള്ളിൽ, ബ്ലൗസിനുള്ളിൽ. അതിലെന്റെ ചുംബനങ്ങളുണ്ട്. ഞാനിത് നട്ട് വെള്ളം.
എൻ്റെ ഹൃദയത്തിനുള്ളിൽ, എൻ്റെ ഈ ബ്ലൗസിനുള്ളിൽ. എന്താടാ അവിടെ? നത്തിങ്. എടാ നാളെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടു. ആണോ? ഓക്കെ, സേഫായി പോയി വാ. നമ്മൾ ഈ യങ്സ്റ്റേഴ്സിന് അങ്ങനെ കൊറോണ വന്ന സീനൊന്നും ആയിട്ടില്ലടോ. സോ ഡോണ്ട് വറി. അങ്ങനെയൊന്നുമില്ല. ദാറ്റ്സ് മൈ ബോയ്. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂക്കൾ ഏതാ? എന്തേ ഈ നാരായണിക്ക് പൂവിന്റെ കൊമ്പ് തരാൻ വല്ല പ്ലാൻ ഉണ്ടോ? ചുമ്മാ ചോദിച്ചതാ. എനിക്ക് ഇപ്പൊ ഇവളെ ഇഷ്ടം. എന്താ അതിന്റെ നിറം? ഇതൊരു ഒരുമാതിരി റോസ് നിറം. ബഷീറെ, തനിക്ക് ഇതുവരെ പ്രേമൊന്നും ഉണ്ടായിട്ടില്ലടോ? നേ കള്ളം പറഞ്ഞുണ്ടല്ലോ. പറയട കൊടുക്കൂസേ. നാരായണി വേണ്ടാട്ടോ. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. പ്ലീസ് പറയടോ. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏഞ്ചൽ എന്നൊരു കുട്ടിയോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ അവൾക്കോ? അറിയ പോലുമില്ല. ഡു യു മിസ് ഹർ? ഓടോ. അല്ലെങ്കിൽ ലൈഫിൽ ആരോടും കമ്മിറ്റ്മെന്റ്സ് വെക്കാത്ത നല്ലത്. പാരന്റ്സിനോട് ഐ ഡോണ്ട് നോ. എനിവേ മൈ പാരൻസ് ആർ ഡിവോഴ്സ്ഡ്. നേരവണ്ണം വിളിക്കാൻ തുടങ്ങി തന്നെ ഇപ്പോഴാണ്. ഐ എം സോറി. പോടോ. പക്ഷേ അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ഇടയ്ക്ക് തോന്നാറുണ്ട്. ക്വാറന്റൈൻ കഴിഞ്ഞ് തന്നെ കൊണ്ടുപോകാൻ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ നന്നായിരിക്കില്ലേ? കണ്ട രണ്ടും കീരും പാമ്പോ ബെസ്റ്റ്. പിന്നെ നാരായണി, എന്തോ? ഏഞ്ചലിന്റെ കാര്യം ആരോടും പറയരുത് പ്ലീസ്. ഒരിക്കലുമില്ല. ഫ്ലാറ്റുകാരെ, നാട്ടുകാരെ, 11A ബഷീർ എന്ന് ഞാൻ വിളിക്കുന്ന ഈ ചേട്ടന് പഠിക്കണ കാലത്ത് ഒരു ഏഞ്ചലായിട്ട് പ്രേമായിരുന്നേ. ഇയാള് പ്ലെയിനിൽ കയറിയിട്ടുണ്ടോ? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? വേറെ എവിടെ പോവാനാ? താൻ കയറിയിട്ടില്ലായിരിക്കും. കാരണം പോരുന്നോ കൂടെ? അല്ല, എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഔട്ട്ഡോർ ഷൂട്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ടേ. അപ്പോ ലൈറ്റ്സ് മാൻ ആയിട്ട് കൂടെ പോരുന്നോ? എടോ 1 മിനിറ്റ്. ഹോസ്പിറ്റലിൽ നിന്നാണ് റിസൾട്ട് വന്ന് കാണും. ഞാൻ എപ്പോൾ വരാവേ? ഓ ഓക്കെ ഓക്കെ. എടോ, നെഗറ്റീവ് ആയിരിക്കില്ലേ? എടോ,
ഹലോ ചേട്ടാ 11B എന്തിപ്പോ ഇവിടുന്ന് ഒരു ആംബുലൻസ് പോയത്? ആ അത് മോളെ 11A പയ്യന് കോവിഡ് പോസിറ്റീവായി കൊണ്ടുപോയതാ. എന്തോ ലങ്സിന് പ്രശ്നമുള്ള ആളാന്നാ പറഞ്ഞു. ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. മോളാ ഫ്ലാറ്റിലൊന്നും കേറിട്ടില്ലല്ലോ അല്ലേ? ഹലോ ഹലോ മോളെ കേൾക്കുന്നില്ലേ? ഹലോ ആ ചേട്ടാ എന്തെങ്കിലും അറിയാണെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കണേ. ആ ഞാൻ വിളിക്കാം മോളെ. ഓക്കെ. ആ ശരി. ഹലോ ആ. ഹലോ ചേട്ടാ ആളുടെ പേരെന്തായിരുന്നു? എന്തോ അരവിന്ദൻ. ആ അത് തന്നെ അരവിന്ദ്. ശരി മോളെ. ഹലോ ആ ഹലോ 11A പയ്യൻ മരിച്ചു മോളെ. ഹലോ ഹലോ തൊടാതെ നീ മിഴി തരാതെ പോ നിൻ ചിരി ചേരാതെ പോലെ രാവോളം തലോടിയോ ഞാൻ ഇന്നോളം കിനാവിലായി ഞാൻ തുലാമലർ തേൻ തരാ സ്വരങ്ങളാമെൻ മേഘങ്ങൾ കുടഞ്ഞൊരീരൻ ചായങ്ങൾ മറഞ്ഞുപോ ജീവനെ മാറിയായി തോരുമോ നേരം നീരിൻ നൂലിൽ മൂകം കേഴും നീനാ താനേ പിടയും ആഴലോരം കേടാതെ
പോയാ എന്നെ ഓർക്കുമോ? പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പോ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. അല്ല, ഞാനായിരിക്കും. എന്നെ ഓർക്കുമോ? ഓർക്കും. എങ്ങനെ? എന്റെ ദൈവമേ, അങ്ങനെ എങ്ങനെ ഓർക്കും? അങ്ങനെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങും ഉണ്ട്.